നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വെറുതെ കിടക്കുകയാണോ? ആ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തന്നാൽ ഓരോ ട്രാൻസാക്ഷനും 5000 അല്ലെങ്കിൽ 10000 രൂപ തരാം കമ്മീഷനായിട്ട്. ഇങ്ങനെ ഒരു ഓഫർ നിങ്ങളെ തേടി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. ആ 10000 രൂപ വാങ്ങിയാൽ ചിലപ്പോൾ ലക്ഷങ്ങൾ കൊടുത്താലും തീരാത്ത പ്രശ്നങ്ങളിലേക്കായിരിക്കും നിങ്ങൾ ചെന്ന് വീഴുക. ഇതാണ് മ്യൂൾ അക്കൗണ്ട് തട്ടിപ്പ്. കോളേജിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികളെയാണ് ഈ തട്ടിപ്പുകാർ ലക്ഷ്യം വെക്കുന്നത്. അവർക്കാവശ്യം അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ATM കാർഡ് ഡീറ്റെയിൽസ്, അതുമായി ലിങ്ക് ചെയ്ത സിം കാർഡ് ഡീറ്റെയിൽസ് എന്നിവ മാത്രം. പണമൊന്നുമില്ലാത്ത അക്കൗണ്ട് വെറുതെ കൊടുത്താൽ 5000 10000 ഒക്കെ കിട്ടുമെന്ന് കരുതി നമ്മുടെ കുട്ടികൾ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൈമാറുന്നു. ഇവിടെയാണ് ചതി തുടങ്ങുന്നത്. ഇത് പാരന്റ്സിനുള്ള മുന്നറിയിപ്പാണ്. കയ്യിൽ കാശില്ലാതിരുന്നിട്ടും നിങ്ങളുടെ മക്കൾ പുതിയ ഐഫോണോ വില കൂടിയ വസ്ത്രങ്ങളോ പുതിയ ബൈക്കോ ഒക്കെ വാങ്ങുന്നുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക. അവർക്ക് ഇതിനുള്ള പൈസ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചറിയുക. പലപ്പോഴും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ വഴി കിട്ടുന്ന കമ്മീഷൻ വഴിയായിരിക്കും അവർ ഇത്തരം ലക്ഷറികൾ കാണിക്കുന്നത്. പലപ്പോഴും പോലീസ് വീട്ടിലെത്തുമ്പോഴേ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. ശരിക്കും എന്തിനാണ് അവർ ഈ അക്കൗണ്ട് വാങ്ങുന്നത്? അവർക്കിതുകൊണ്ട് എന്താണ് ലാഭം? നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് അവർ നമുക്ക് കമ്മീഷൻ തരുന്നു. എന്ത് ലാഭമാണ് അവർക്കിതിൽ നിന്ന് ലഭിക്കുന്നത്? ഈ വിവരങ്ങളെല്ലാം അറിയാൻ പാർട്ട് 2 കാണുക.